കളർകോട്ടെ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കരളുരുകി യാത്രാമൊഴിയേകുകയാണ് നാട്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മാതാപിതാക്കൾക്ക് മാത്രമാണ് ഇബ്രാഹിമിനെ അവസാന നോക്ക് കാണാനായത്. ഏക സഹോദരനായ 4ാം ക്ലാസ്സുകാരൻ അസ്ഫാഖ് ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. മൃതദേഹം നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതിലെ താമസം ഒഴിവാക്കാനാണ് ഖബറടക്കം എറണാകുളത്ത് വെച്ച് നടത്താൻ മാതാപിതാക്കൾ സമ്മതം നൽകിയത്. സൈഫുനിസ് ആലിയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം ഖബറടക്കിയ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിയിലാണ്. ഇവിടെ ഈ മൈലാഞ്ചി ചോട്ടിലാണ് ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിം അന്ത്യവിശ്രമം കൊള്ളുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ വിദ്യാഭ്യാസം സ്വപ്നം കണ്ട് MBBS പൂർത്തിയാക്കണം, ഡോക്ടറാകണമെന്ന സ്വപ്നവുമായി ലക്ഷദ്വീപിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ മുഹമ്മദ് ഇബ്രാഹിം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊച്ചിയിലെ ഈ ഖബർസ്ഥാനിയിലാണ്. ഒപ്പമുണ്ടായിരുന്നത് ഒരു നാട്ടുകാരാണ്, ഒരുപാട് നാട്ടുകാർ. ലക്ഷദ്വീപ് നിവാസികളായ 100 കണക്കിന് പേരാണ് ഇന്ന് മുഹമ്മദ് ഇബ്രാഹിമിന് യാത്രയയപ്പ് നൽകാനായി ഇവിടെ എത്തിയത്. കാരണം മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഉമ്മ മുംതാസും വാപ്പ നസീറും മാത്രമാണ് കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളായി ഈ നാട്ടിലേക്ക് എത്തിയത്. മകൻ്റെ മരണവിവരം അറിഞ്ഞ് മറ്റുള്ളവർക്ക് ആർക്കും എത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഇബ്രാഹിമിൻ്റെ സഹോദരൻ അഷ്ഫാഖ് പോലും 4ാം ക്ലാസ്സുകാരനാണ്. ആ മകനെ പോലും കൂട്ടാതെയാണ് ആ വാപ്പായും ഉമ്മായും കൊച്ചിയിലേക്ക് എറണാകുളത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും പോയത്. മകൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് 2:30 എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലേക്ക് ഈ കുടുംബം എത്തിയത്. ഉടനെ തന്നെ മയ്യത്ത് നമസ്കാരവും നടത്തി. ഈ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കാരണം പലപ്പോഴും പലരും തമ്മിൽ അറിയുക പോലുമില്ലാത്ത ലക്ഷദ്വീപുകാരായ പലരും സങ്കടപ്പെട്ടും കണ്ണീരൊഴുക്കിയും ഒക്കെ ഈ മുഹമ്മദ് ഇബ്രാഹിമിന് യാത്രയയപ്പ് നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 3 മണിയോടുകൂടി ഈ ഖബർസ്ഥാനിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്ന് ഖബറടക്കിയത്. ലക്ഷദ്വീപുകാരായ ആന്ത്രോത്ത് ദ്വീപിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത മറ്റ് ദ്വീപുകളിലെല്ലാം, കവരത്തി അടക്കമുള്ള ദ്വീപുകളിലുള്ള പല നാടുകളിൽ നിന്നുള്ള പല ദ്വീപുകളിൽ നിന്നുള്ള എറണാകുളത്ത് പല ജോലിക്കും ആവശ്യങ്ങൾക്കും ചികിത്സാർത്ഥവുമായി തങ്ങുന്ന നിരവധി പേരാണ് ഇവിടെ മുഹമ്മദ് ഇബ്രാഹിമിന് യാത്രയയപ്പ് നൽകുവാനായി എത്തിയത്. സ്വന്തം സഹോദരനില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ മുഹമ്മദ് ഇബ്രാഹിം യാത്ര പറയുമ്പോൾ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ സഹോദരനായും സഹോദരിയായും ചേട്ടനായും അനിയനായും എല്ലാം ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഒപ്പം നിന്നത് ലക്ഷദ്വീപ് നിവാസികളാണ്. ആ ലക്ഷദ്വീപ് നിവാസികളുടെ ചേർത്തുപിടിക്കലിലുള്ള സമാധാനത്തിലാണ് മുംതാസും നസീറും പള്ളിയിൽ നിന്ന് മടങ്ങുകയും ചെയ്തത്. ഈ മൈലാഞ്ചി ചോട്ടിലാണ് ഇനിയുള്ള കാലം ഈ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഓർമ്മകൾ അന്ത്യവിശ്രമം കൊള്ളുക. പല നാടുകളിലായി, അതായത് കേരളത്തിൻ്റെ പല നാടുകളിലായാണ് ഇനി മുഹമ്മദ് ഇബ്രാഹിം അവരുടെ ഉമ്മാക്കും വാപ്പാക്കും എല്ലാം ഓർമ്മയിൽ തങ്ങി നിൽക്കുക. +1ഉം +2ഉം പഠിച്ച മലപ്പുറത്തും ഒപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ഏറ്റവും ഒടുവിൽ ഈ കൊച്ചിയിലെ ടൗൺ ജുമാ മസ്ജിദിലുമാകും ഇനി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുക. ആ ഓർമ്മകളിലൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ലക്ഷദ്വീപുകാരുടെ ആ സ്നേഹപ്രകടനം എത്രത്തോളമാണ് എന്ന് കൺനിറയെ കണ്ട ആ ഒരു പറയാനാകാത്ത, അല്ലെങ്കിൽ വിവരിക്കാൻ. തൻ്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ഇബ്രാഹിം എവിടെയെന്ന് ഒരുപക്ഷെ അസ്ഫാഖ് ചോദിക്കും. അവൻ 4ാം ക്ലാസ്സുകാരനാണ്. ആ കുഞ്ഞിന് പോലും തൻ്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു നാട് സ്നേഹം കൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവന് യാത്രയയപ്പ് നൽകിയിരിക്കുകയാണ് എറണാകുളത്ത്.